സോ ഹായ്സ്, ഞാനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയൊരു ഗെയിം തപ്പിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗീസ്, ഇതൊരു ഗെയിമിൻ്റെ കോപ്പിയാണ്. അതെന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം സെയിം ആയിട്ട് തന്നെ ഹൗസും അതുപോലെ തന്നെ എല്ലാ സെറ്റപ്പും അതേപോലെ തന്നെയൊക്കെയാണ് ഗീസ് ഏകദേശം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് മിഷ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ കുറേയധികം ഐറ്റംസ് ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു പെണ്ണ് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ചേച്ചിയാണ് ചുമ്മാ അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ ത്രിഫ്റ്റ് ഓറ സിമുലേറ്ററിൻ്റെ സെയിം ഒരു കോപ്പി വെർഷനാണിത്. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ട്രൈ ചെയ്ത് നോക്കേണ്ട കൂട്ടുകാർക്കാണെങ്കിൽ ജസ്റ്റ് പേര് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഗെയിം എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളതെന്ന്. ഇതിൻ്റെ അകത്താണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രസ്സ് മാറാനുള്ള ഫീച്ചർ നമുക്കുണ്ട്. അതുപോലെ തന്നെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ആഡ് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ആഡ് ഞാൻ ഈ ഒരു വീഡിയോയിലകത്ത് കാണിക്കുന്നില്ല, പക്ഷേ ആഡ് നിങ്ങൾ കണ്ടു നോക്കണം. ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആഡാണ്. പിന്നെ നെറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓണാക്കാം, അല്ലെങ്കിൽ ഓണാക്കാതെ കളിക്കാം. ഓണാക്കി കളിച്ച് കഴിഞ്ഞാൽ ചുമ്മാ ആഡ് കയറി വരും. പക്ഷേ ഈ ഒരു ഗെയിമിൽ ആഡ് നിങ്ങൾക്ക് നെറ്റ് ഇല്ലെങ്കിലും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ആയിട്ട് ഒരു കിളവി ഇരിപ്പുണ്ട്. അപ്പോൾ ഓരോ പെണ്ണും ഓരോ റൂമിലായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ സൈഡിലത്തെ ഫ്ലോറിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഇനി ഇവിടെ കറക്റ്റ് ആ ഒരു പ്ലേസ് തന്നെ ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ ഇന്ത്യൻ ത്രിഫ്റ്റ് ഓരോ സിമുലേറ്ററിൻ്റെ അതേപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത്. അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാം എന്തൊക്കെയാണ് ഇനി പുറത്ത് കാണാനുള്ളതെന്ന്. അങ്ങനെ ഞാനാണെങ്കിൽ നേരെ നമ്മുടെ പുറത്തേക്ക് പോവുകയാണ്. ഇവിടെയായിട്ട് ഈ ഒരു ഓട്ടത്തിൻ്റെയൊക്കെ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ ആ ഒരു ഗെയിമിൽ കറക്റ്റ് ആ ഓട്ടമൊന്നും അല്ല ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന. നടപ്പായാലും വ്യത്യസ്തമുണ്ട് നല്ല രീതിക്ക്. അതുപോലെ ഫിറ്റ്നസിൻ്റെ ഒരു റൂമുണ്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. എന്തായാലും ഇതിൻ്റെ അകത്ത് കൂടെ നമുക്കൊന്ന് കയറി നോക്കാം ഇതെങ്ങനെയുണ്ടോ നോക്കാം. അതുപോലെ തന്നെ അപ്പുറമായിട്ട് കുറേ ചെയറും അതുപോലെ തന്നെ ടേബിൾസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തായിരിക്കാവുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്തായാലും ഈ ഒരു ഗെയിം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഗെയിമാണ്. അത്യാവശ്യം പക്കയാണ്. അതുപോലെ തന്നെ ഞാൻ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇവിടെയായിട്ട് ഫുള്ളായിട്ട് നമ്മുടെ ഡംബൽസും അതുപോലെ തന്നെ കുറേയധികം വെയിറ്റ് ലിഫ്റ്റിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റണ്ണിങ് മെഷീൻ ഉണ്ട് അപ്പുറത്തായിട്ട്. അതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ അതിൻ്റെ അകത്തൂടെ കയറി കാണിച്ചു തരാം. ഇവിടെ ആയിട്ട് ജിമ്മിൽ ആശാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഒരു പെണ്ണാണെങ്കിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് ഓടാൻ തുടങ്ങിയതാണ്. ഇതുവരെ നിർത്തിയിട്ടില്ല. എന്തായാലും ഈ ഒരു ഗെയിം നിങ്ങൾക്ക് കളിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം വേറെ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ഒന്നും പ്രതീക്ഷിച്ച് കളിക്കില്ല. ഗ്രാഫിക്സൊക്കെ വളരെയധികം കുറവാണ്. അങ്ങനെ അവിടുന്ന് ഞാൻ ഇറങ്ങിയായിരുന്നു. അവിടുന്ന് ഞാൻ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെയായിട്ട് നമുക്ക് കുറേയധികം മാർക്കറ്റൊക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് പല ഗൺസ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പറയുന്ന ഒരു കാര്യം, ഇതിൻ്റെ അകത്തൊരു ആഡുണ്ട്. ആഡ് നിങ്ങളെല്ലാ കൂട്ടുകാരും കണ്ടു നോക്കണം. ആഡൊക്കെ നല്ല രസമാണ്. ഇതിൻ്റെ അകത്ത് ആഡ് നമ്മൾ സ്റ്റോറി ടൈപ്പ് GTA 5 സ്റ്റോറി ടൈപ്പ് ഇതൊക്കെ വരത്തില്ല. ആ ഒരു മോഡലാണ് ഇതിൻ്റെ അകത്തും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറേ നേരമായിട്ട് ഒരു കൊച്ചു ഇങ്ങനെ ഓടി നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് മെയിനായിട്ട് മനസ്സിലായ ഒരു കാര്യം, ഈ ഒരു ഗെയിമിലാണെങ്കിൽ നമുക്ക് NPCനെ ഫയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് വേറൊരു ബാഡായിട്ടുള്ളൊരു ഫീച്ചറാണ്. നമ്മൾ സാധാരണ എല്ലാ ഗെയിമിലും NPCനെ ഫയർ ചെയ്യുമ്പോഴത്തേക്കും അത് കില്ലാവുകയും അല്ലെങ്കിൽ അത് വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുകയും പിന്നെ പോലീസ് നമ്മുടെ പുറകെ വരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് പോലീസൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ബിൽഡിങ്സിലൊക്കെ ഒരു ഗ്രാഫിക്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. നിങ്ങൾ കളിച്ച് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. പിന്നെ അടിപൊളിയായിട്ടുള്ള കുറേയധികം ഫീച്ചേഴ്സ് ഈ ഒരു ഗെയിമിലുണ്ട്. പിന്നെ ഒരു ഗേൾ NPC നടന്നു പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ പുള്ളിക്കാരിയുടെ ഫ്രണ്ടിൽ പോയി നിന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി എന്നെയും തള്ളിക്കൊണ്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേയധികം മിഷൻസ് ഒക്കെ ഉണ്ട്. മിഷൻസൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനാണെങ്കിൽ ഒറ്റൊരു മോഡേ നിങ്ങൾ കളിച്ച് കാണിച്ചുള്ളൂ. അതിൻ്റെ അകത്ത് താഴെയായിട്ട് ഗ്യാരേജൊക്കെ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ താഴെ തന്നെ ഗ്യാരേജ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കാറൊക്കെ ഉണ്ട്. പിന്നെ ആഡ് ഈ ഗെയിമിൽ വരുന്ന ആഡ് കാണുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഗൺസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആഡ് കണ്ടാൽ മാത്രമേ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടണം. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗണ്ണ് കുറച്ച് തുച്ഛമായ ഗണ്ണുകൾ മാത്രമേ ഉള്ളൂ. അത്യാവശ്യമൊക്കെ നല്ലൊരു ഗെയിമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.